അങ്ങനെ സൈന സൗത്ത് പ്ലസ് എന്ന ഇന്റർവ്യൂവിൽ ഇപ്പോൾ മൂന്നാമത്തെ ഭാഗവും ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ജാസ്മിൻ ജാഫറിന്റെ. അപ്പോൾ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഇന്റർവ്യൂവിലും ജാസ്മിൻ ഓരോ ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗബ്രിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ജാസ്മിൻ അതിൽ പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയോ കണക്റ്റഡ് ആയതാണ്, എനിക്കറിയില്ല എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. എന്തായാലും മുമ്പ് അൻസിബ ഒരുപാട് കയ്യടി വാങ്ങിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ പുറത്തുനിന്ന് കമ്മിറ്റഡ് ആയി വന്ന ഒരു കുട്ടിക്ക് അകത്ത് വരുമ്പോൾ കൺഫ്യൂഷന്റെ ആവശ്യമില്ല എന്നുള്ളത് ഒരുപാട് കയ്യടി വാങ്ങിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അൻസിബ എന്ന് പറഞ്ഞത്. അപ്പൊ അത് ശരിയാണ്. പുറത്തുനിന്ന് ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ഒരു കുട്ടിക്ക് അകത്ത് വന്നിട്ട് വേറൊരാളുമായിട്ട് ഉള്ള കാര്യത്തിൽ ഒരു റിലേഷനിൽ കൺഫ്യൂഷന്റെ ആവശ്യമില്ല എന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. ഇതുപോലെ ജാസ്മിനെ പോലെ തന്നെ ഒറ്റക്ക് കളിച്ചിരുന്ന ഒരുപാട് വ്യക്തികൾ ആ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നു. നമ്മുടെ നോറ പുറത്തുനിന്ന് കമ്മിറ്റഡ് ആയി വന്ന ഒരു മത്സരാർത്ഥിയാണ്. പക്ഷെ അകത്ത് വന്നിട്ട് ആരെയും കോമ്പോ പിടിക്കാതെ ഒറ്റക്ക് നിന്ന് ഏകദേശം ഒരു 90 ദിവസത്തോളം നോറ അവിടെ പിടിച്ചു നിന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്ക് ഹൗസിൽ വന്ന സമയത്ത് എന്നെ താങ്ങാൻ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ, എനിക്കൊന്ന് കൈ പിടിച്ചിരിക്കാൻ ഒരാള് ഉണ്ടായിരുന്നത് ഗബ്രി മാത്രമായിരുന്നു എന്ന്. പക്ഷെ അതിലൊരിക്കലും എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ ബിഗ് ബോസ് ഹൗസ് ഒരു സിംഗിൾ ആയിട്ട് കളിക്കേണ്ട ഒരു ഗെയിം ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ അതിൽ വന്നിട്ട് ഗ്രൂപ്പായിട്ട് കളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നിന്ന് ജാസ്മിൻ തന്നെ പറയുന്നുണ്ട്, എനിക്കൊരു സപ്പോർട്ട് ആവശ്യമുണ്ടായിരുന്നു എന്ന്. അപ്പോൾ എന്തായാലും ജാസ്മിൻ അവിടെ സിംഗിളായിട്ട് കളിക്കാൻ പറ്റില്ല എന്ന് ജാസ്മിൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന പോലെ നമുക്ക് പ്രേക്ഷകർക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും. എന്തായാലും സിംഗിളായിട്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ ജാസ്മിന് പറ്റില്ല എന്നാണ് ജാസ്മിൻ അവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഗബ്രിയുടെ കോംബോ പിടിച്ചത് എന്നുള്ളത് നമുക്ക് ജാസ്മിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്തായാലും ഇന്റർവ്യൂവിന്റെ മൂന്നാമത്തെ ഭാഗവും ഇറങ്ങിയിട്ടുണ്ട് സൈന സൗത്ത് പ്ലസിന്റെ. അപ്പൊ അതിൽ വ്യക്തമായിട്ട് ജാസ്മിൻ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം റസ്മിൻ ജാസ്മിനെ നല്ല രീതിക്ക് കട്ടക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കല്ലേ.